അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആൻ അതുപോലെ പരിശുദ്ധ റമദാൻ മാസവും നൽകുന്നത് വിമോചനത്തിൻ്റെ സന്ദേശമാണ്. മനുഷ്യവിമോചനത്തിൻ്റെ വളരെ കൃത്യമായ ഒരു രീതിശാസ്ത്രം അല്ലെങ്കിൽ അതിനുള്ള കൃത്യമായ അടിത്തറ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. റമദാൻ മാസത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഫലഖ്ത ഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്ഗബത്തിൻ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ഫലഖ്ത ഹമൽ അഖബ, അവൻ ജീവിതത്തിൻ്റെ മലമ്പാത ഗിരിമാർഗം താണ്ടിക്കടന്നിട്ടില്ല. വമാ അദ്റാകമൽ അഖബ, ഈ ഗിരിമാർഗം മലമ്പാത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിനക്കറിയാമോ? ഫക്കു റഖബ, അത് അടിമത്ത വിമോചനമാണ്. അത് പുരാതന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നേർക്കുനേരെയുള്ള അടിമത്തം മാത്രമല്ല, മനുഷ്യരെ വരിഞ്ഞു മുറുക്കുന്ന എല്ലാ തരത്തിലുമുള്ള ദാസ്യങ്ങളും അടിമത്തവും അടിമത്ത പ്രവണതകളും അവയിൽ നിന്ന് മനുഷ്യർ മോചിതമാകാതെ ഈ ഫക്കു റഖബ എന്ന് പറയുന്ന ആ ഒരു ആശയം സമൂർത്തമാവുന്നില്ല, അത് സഫലീകരിക്കപ്പെടുന്നില്ല. നേർക്കുനേരെ അടിമച്ചന്തയിൽ മനുഷ്യരെ വിൽക്കുന്ന അടിമത്തം ഇല്ലാത്ത കാലഘട്ടങ്ങളിലും അങ്ങനെ നാഗരികർ എന്ന് അവകാശപ്പെടുന്ന സമൂഹങ്ങളിലും സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശ ശക്തികളുടെ ഒക്കെ രാഷ്ട്രീയമായ, സാമ്പത്തികമായ, സാമൂഹികമായ അടിമത്വത്തിൻ്റെ പലതരത്തിലുള്ള അടരുകളും രൂപങ്ങളും തലങ്ങളും നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഇതൊന്നും വകവച്ചു കൊടുക്കാത്ത ഒന്നാണ് വിശുദ്ധ ഖുർആൻ. വയലഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, മനുഷ്യരെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്നും ദുർവഹമായ ഭാരങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത് എന്ന് ഈ വിശുദ്ധ ഖുർആനിലൂടെ, റമദാൻ മാസത്തിൽ അവതീർണമായ വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന ദൗത്യത്തെ നിർവചിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് മനുഷ്യരെ നയിക്കുവാൻ വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചിട്ടുള്ളത്. അന്ധകാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അനീതികളാണ്, അസമത്വങ്ങളാണ്, ഉച്ചനീചത്വങ്ങളാണ്, അജ്ഞതയാണ്, ഭയാശങ്കകളാണ്, അനാചാരങ്ങളാണ്. അങ്ങനെയുള്ള എല്ലാ ളുലുമാത്തുകളിൽ നിന്നും, എല്ലാ ഇരുളുകളിൽ നിന്നും, അന്ധകാരങ്ങളിൽ നിന്നും മനുഷ്യരെ നീതിയുടെ, സമത്വത്തിൻ്റെ, സമഭാവനയുടെ, ധർമ്മത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, ആ ഒരു സാഹോദര്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് മനുഷ്യരെ നയിക്കുക എന്നുള്ള വിമോചനമാണ് പരിശുദ്ധ റമദാൻ മാസം അതുപോലെ വിശുദ്ധ ഖുർആൻ സാധ്യമാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്രവാചകന് അവതീർണമായ വിശുദ്ധ ഖുർആൻ എന്താണ് ചെയ്യുന്നത് എന്ന് റുസ്തും ചോദിച്ചപ്പോൾ ആ റുസ്തുമിൻ്റെ കൊട്ടാരത്തിൽ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഞങ്ങളുടെ പ്രവാചകൻ ചെയ്യുന്നത് യുഖ്രിജുന, ഞങ്ങളെ അദ്ദേഹം മോചിപ്പിക്കുന്നു, മിൻ ഇബാദത്തിൽ ഖൽഖി ഇലാ ഇബാദത്തില്ലാഹി, സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന്, സൃഷ്ടികൾക്കുള്ള ആരാധനയിൽ നിന്ന് അള്ളാഹുവിനുള്ള ആരാധനയിലേക്ക്, അള്ളാഹുവിനുള്ള അടിമത്തത്തിലേക്ക് ഞങ്ങളെ മോചിപ്പിക്കുന്നു. വമിൻ ലീഖി ദുനിയ ഇലാ സഅത്തിദ്ദാറൈനി, ദുനിയാവിൻ്റെ കുടുസിൽ നിന്ന് ഇഹപര ലോകങ്ങളുടെ വിശാലതയിലേക്ക് ആ പ്രവാചകൻ ഞങ്ങളെ മോചിപ്പിക്കുന്നു. വമിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാമി,
വമിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാമി, ഇതര വ്യവസ്ഥകളുടെ അനീതികളിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്ക് പ്രവാചകൻ ഞങ്ങളെ മോചിപ്പിക്കുന്നു എന്നാണ് മഹാനായ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തുമിൻ്റെ കൊട്ടാരത്തിൽ പ്രഖ്യാപിച്ചത്. ഇത് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആന് നിർവഹിക്കാനുള്ള വിമോചനത്തിൻ്റെ ദൗത്യം. ആ വിമോചനത്തിൻ്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുളിഫു ഫിൽ അർളി വനജ്അലഹും അഇമ്മത്തൻ വനജ്അലഹുമുൽ വാരിസീൻ. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളെ അവരെ നേതാക്കന്മാരാക്കണമെന്നും അവരെ ഈ ഭൂമിയുടെ അവകാശികളാക്കണമെന്നും അവരെ അനുഗ്രഹത്തിൻ്റെ അവകാശികളാക്കണമെന്നുമാണ് നാം ഉദ്ദേശിക്കുന്നത്. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? ഈ നിലയിൽ മനുഷ്യരെ വിമോചിപ്പിക്കുന്നതിനുള്ള, മനുഷ്യരെ സ്വതന്ത്രരാക്കുന്നതിനുള്ള കൃത്യമായ മാർഗദർശനം ഖുർആൻ നൽകുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അവിടുത്തെ ഖുലഫാഉർ റാഷിദുകളിലൂടെ, അവിടുത്തെ മറ്റ് അനുചരന്മാരിലൂടെ ഇത് ലോകത്ത് പ്രയോഗവൽക്കരിച്ച് കാണിക്കപ്പെട്ടിട്ടുമുണ്ട്. ആ ദൗത്യമാണ് നമുക്കും നിർവഹിക്കാനുള്ളത്. എല്ലാ തരത്തിലുമുള്ള ചൂഷണങ്ങളിൽ നിന്ന്, സാമൂഹികമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ ചൂഷണങ്ങളിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും വിമോചിതമാകുന്ന ഒരു വ്യവസ്ഥയാണ്, ഒരു അന്തരീക്ഷമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. മൻ ഖശ്ശ ഫലൈസ മിന്ന, ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ, ചൂഷണം നടത്തിയാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. വലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ പരസ്പരം അവിഹിതമായി, അന്യായമായി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായ എല്ലാ അസമത്വങ്ങളിൽ നിന്നുമുള്ള മോചനത്തിൻ്റെ കൃത്യമായ മാർഗരേഖ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു. ഈ വിമോചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും ഈ മനുഷ്യ വിമോചനത്തിനുള്ള കൃത്യമായ കർമ്മരേഖയുടെ അടിസ്ഥാനത്തിൽ അതിന് പ്രായോഗിക രൂപം നൽകുന്നതിനും നമ്മൾ ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളേണ്ടതുണ്ട്. റമളാനിൽ നടന്ന എല്ലാ സംഭവങ്ങളും, ബദർ പോലെയുള്ള, മക്ക വിജയം പോലെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അതിന് പ്രചോദനമാകേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്.